ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതുമിതൊക്കെയുമുറ്റു പാർത്തു നിൽക്കും. വിലമതിയാതെ വിളക്കുതിക്കയും പിൻ പൊലികയുമില്ലിതു കണ്ടുപോയിടേണം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ആത്മോപദേശ ശതകത്തിലെ 5-ാം പദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും. വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ലിതു കണ്ടുപോയിടേണം. ഉലകർ ജനങ്ങൾ ഉറങ്ങിയുണർന്ന് ചിന്ത ചെയ്യും പലതും. ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യുക. പരമമായ ജ്ഞാനത്തിൽ ഉറങ്ങി അജ്ഞാനത്തിൽ ഉണർന്ന് ചിന്ത ചെയ്യുമ്പോൾ അവിടെ പലതും ഉണ്ടാകുന്നു. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനേഹേ എന്ന് ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നു. സാധാരണ ലൗകികരുടെ രാത്രി സംയമിയായ മുനിക്ക് പകലാണ്. മുനിയുടെ പകൽ ലൗകികർക്ക് രാത്രിയാണ്. അവിടെ രാത്രി എന്ന് പറയുമ്പോൾ ഇരുട്ട് അറിയായിക എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. പകൽ പ്രകാശം അറിയൽ. അപ്പോൾ സാധാരണക്കാർ അഖണ്ഡമായ ബോധത്തിൽ സത്യത്തിൽ ഉറങ്ങുന്നു. ആ സത്യത്തെ അറിയുന്നില്ല. അപ്പം അവരുടെ രാത്രി ബ്രഹ്മജ്ഞാനിയായ ഒരാൾക്ക് പകലാണ്. ആ അഖണ്ഡ ബോധസത്യത്തിൽ ഉണർന്നിരിക്കുന്നു. ആര്? സംയമിയായ മുനി. ഇനി മുനി ഉണർന്നിരിക്കുന്ന ഈ ബോധസത്യത്തിൽ സാധാരണ ലോകർ ഉറങ്ങുന്നു. അപ്പം മുനിയുടെ പകൽ സാധാരണക്കാരുടെ രാത്രിയാണ്. അപ്പം ഇവിടെ ഗുരുദേവൻ പറഞ്ഞത് ഇതിനെയാണ്. ഉറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും. സത്യത്തിൽ ഉറങ്ങി അസത്തിൽ ഉണർന്ന്, പരമമായ ജ്ഞാനത്തിൽ ഉറങ്ങി അജ്ഞാനത്തിൽ ഉണർന്ന് ചിന്ത ചെയ്യും. അപ്പം അജ്ഞാനത്തിൽ ഉണർന്നു നിൽക്കുമ്പോൾ മനപ്രതീതിയായ പ്രപഞ്ചത്തെ പരം സത്യമായി കരുതുന്നു. ഈ പ്രപഞ്ചം സത്യമാണ് എന്ന് കരുതുന്നു. തന്മൂലം പ്രപഞ്ച സംബന്ധങ്ങളായിക്കൊണ്ട് രാഗദ്വേഷങ്ങൾ ഉണ്ടാവുന്നു. അന്ധക്കരണം അസ്വസ്ഥമാവുന്നു. അശാന്തി, ദുഃഖം, ഭയം. അവൻ്റെ മുന്നിൽ പലതുണ്ട്. ഈ മനസ്സ്, ഇന്ദ്രിയങ്ങൾ കൽപ്പിച്ചുണ്ടാക്കുന്ന നാമരൂപങ്ങളെയൊക്കെ അവൻ വേറെ വേറെ സത്യമായിട്ട് കരുതുന്നു. നാനാത്വ ബുദ്ധിയാണ് അജ്ഞാനിക്ക്. അപ്പം അതിനെയാണ് ഇവിടെ ഗുരുദേവൻ ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതും എന്ന് പറഞ്ഞത്. അജ്ഞാനത്തിൽ ഉണർന്ന് ചിന്ത ചെയ്യുമ്പോൾ ഈ പലതായ പ്രപഞ്ചം സത്യമായി അവൻ്റെ മുന്നിൽ ഭാസിക്കുന്നു. എന്നാൽ യഥാർത്ഥ സത്യം ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കുന്ന, ഇതിനൊക്കെ സാക്ഷിയായ, ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന, ഇതിനൊക്കെ ആധാരമായ അധിഷ്ഠാനമായ ബോധസത്യമാണ്, ഭഗവാനാണ്. ആ ഭഗവാൻ, ആ അഖണ്ഡ സച്ചിദാനന്ദ ബോധം അതെങ്ങനെയുള്ളതാണ്? വിലമതിയാത വിളക്ക്. അത് വിലമതിയാത്ത വിളക്കാണ്. അമൂല്യമായ
ആത്മപ്രദീപമാണ്, ബോധപ്രദീപമാണ്. അത് ഉദിക്കയും പിൻപൊലികയും ഇല്ല. ഈ കാണുന്ന നാമരൂപങ്ങളൊക്കെ ഒരു സമയത്ത് ഉദിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് പൊലിയും. ഉണ്ടായതാണ്, നശിക്കും. ഇതിൽ സത്യബുദ്ധി വെച്ചാൽ ദുഃഖമേ ഉണ്ടാവുള്ളൂ. ഇതിൽ നിന്ന് അഭയം ഉണ്ടാവില്ല, ഇതിൽ നിന്നും സംരക്ഷണം ലഭിക്കില്ല. ഇവിടെ ഉദിക്കാത്ത, അതായത് ഉണ്ടാകാത്ത, നശിക്കാത്ത, എന്നും ഉള്ളതായ ആ പരമമായ ഉണ്മ, സദ്ബോധം, അതാണ് ആത്മപ്രദീപം. ഇവിടെ ദീപം, വിളക്ക് എന്നാണ് ഗുരുദേവൻ ആത്മതത്വത്തെ വിശേഷിപ്പിച്ചത്. അതെ, പ്രകാശം നൽകുന്ന, എന്തിനേയും പ്രകാശിപ്പിക്കുന്നത് ആ ബോധദീപമാണ്. എല്ലാമായി പ്രകാശിക്കുന്നത് ആ ബോധദീപമാണ്. അസ്ഥീതി ഇവ ഉപലബ്ധവ്യ, ഉണ്ട് എന്ന് പറയുവാൻ ആസ്പദമായ അസ്ഥി എന്ന് പറയുവാൻ ആസ്പദമായ ഉണ്മ, ആ അഖണ്ഡബോധം, അത് ഉദിക്കയും ഇല്ല, പിൻപൊലികയും ഇല്ല. ഇത് കണ്ടുപോയിടേണം, ഇത് കാണണം. ഈ അഖണ്ഡമായ ബോധത്തെ കാണണം, ഭഗവാനെ സാക്ഷാത്കരിക്കണം, സത്യത്തെ സാക്ഷാത്കരിക്കണം. സത്യത്തെ സാക്ഷാത്കരിക്കുമ്പോഴേ, സത്യത്തെ അറിയുമ്പോഴേ ദുഃഖങ്ങൾ നീങ്ങുള്ളൂ, ആനന്ദം അനുഭവിക്കാൻ കഴിയുള്ളൂ. ആനന്ദം സത്യത്തിൻ്റെ സ്വരൂപമാണ്. സത്യത്തെ അറിയുമ്പോൾ, സത്യത്തിൽ അമരുമ്പോൾ അവിടെ പരമമായ ആനന്ദം സ്വരൂപമായി, സ്വാനുഭവമായി പ്രകാശിക്കും. അതല്ലാതെ വേറൊരു വഴിയില്ല. ഉപനിഷത്ത് ഉറപ്പിച്ചു പറയും, നാന്യസ്പന്ധ വിദ്യതേ അയനായ. സത്യത്തെ അറിയലല്ലാതെ, സാക്ഷാത്കരിക്കലല്ലാതെ വേറെയൊരു വഴിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീഴുന്നത് ഈ സത്യത്തെ കാണാനാണ്, സത്യത്തെ സാക്ഷാത്കരിക്കാനാണ്. മനുഷ്യജന്മം ഉത്കൃഷ്ട ജന്മമാണെന്നാണ് ആചാര്യന്മാരൊക്കെ വാഴ്ത്തിപ്പാടുന്നത്. ദേവലോകത്തിലെ ദേവേന്ദ്രൻ പോലും ഭാരതഖണ്ഡത്തിൽ വന്നൊരു ക്ഷണം ജനിക്കാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യജന്മം കിട്ടിയ ഓരോ ജീവനും ആ മതിയാത്ത വിളക്കിനെ കാണണം, സാക്ഷാത്കരിക്കണം. ഇതാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ സാമാന്യമായി പറഞ്ഞത്. ഇനിയും വേറൊരു തലത്തിൽ ഒന്നും കൂടി സൂക്ഷ്മമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. ഉലകരുറങ്ങിയുണർന്ന് ചിന്ത ചെയ്യും പലതും. അവിടെ ഉറങ്ങുക, ഉണരുക എന്ന് പറയുന്ന വേളയിൽ അനുഭൂതി മണ്ഡലങ്ങളെ ഉദ്ദേശിക്കുന്നു. ജീവന്റെ അനുഭൂതി മണ്ഡലങ്ങൾ, ഭൗതിക അനുഭൂതി മണ്ഡലങ്ങൾ 3 ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ജാഗ്രത്തിൽ പ്രജ്ഞ സ്ഥൂലേന്ദ്രിയങ്ങളിലൂടെ സ്ഥൂല പദാർത്ഥങ്ങളിലേക്ക് പോയി ആ സ്ഥൂല പദാർത്ഥങ്ങളെ സംബന്ധിച്ചുള്ള അനുഭൂതിയെ ഉണ്ടാക്കുന്നു. ആ അനുഭൂതി തലമാകുന്നു ജാഗ്രത്. സ്വപ്നം എന്ന് പറയുമ്പോൾ പ്രജ്ഞ സ്ഥൂലതലത്തിൽ നിന്നും പിന്തിരിയുന്നു, സ്വസൃഷ്ടമായ സൂക്ഷ്മമണ്ഡലത്തിൽ വ്യാപരിക്കുന്നു. ഈ സൂക്ഷ്മമണ്ഡലത്തിൻ്റെ അടിസ്ഥാനം സ്ഥൂലമണ്ഡലമാണ്. സ്വപ്നത്തിന് അടിസ്ഥാനം ജാഗ്രതാണ്. ജാഗ്രജനിത സംസ്കാരത്തിന് അനുസൃതമായാണ് സ്വപ്നം. ജാഗ്രത്തിൽ കാണാത്ത, കേൾക്കാത്ത, അനുഭവിക്കാത്ത ഒന്നും സ്വപ്നത്തിൽ അനുഭവിക്കാൻ കഴിയില്ല. വിവേക ചൂടാമണിയുടെ വ്യാഖ്യാനത്തിൽ സിദ്ധിനാഥാനന്ദ സ്വാമി ഇത് പറയുന്നുണ്ട്. അദ്ദേഹം അവിടെ സ്വന്തം അനുഭവം പറയുന്നുണ്ട്. 2 അന്ധന്മാരോട്, അദ്ദേഹത്തിന് പരിചയമുള്ള 2 അന്ധന്മാരോട് അദ്ദേഹം ഇത് ചോദിച്ച് ബോധ്യമായിട്ടുണ്ട് എന്ന് അദ്ദേഹം അവിടെ പരാമർശിക്കുന്നുണ്ട്. എന്താ ചോദിച്ചത്? ജാഗ്രത്തിനെ അപേക്ഷിച്ചാണ് സ്വപ്നം എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായത് അങ്ങനെയാണ്. അദ്ദേഹം അന്ധന്മാരോട് അവരുടെ സ്വപ്നത്തെപ്പറ്റി ചോദിച്ചു. അവരുടെ സ്വപ്നത്തിൽ വർണ്ണങ്ങൾ, നിറങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ ജാഗ്രതയിൽ അവർക്കില്ല, അതുകൊണ്ട് സ്വപ്നത്തിലില്ല. അപ്പോൾ ജാഗ്രൽ ജനിത സംസ്കാരത്തിനെ അനുസരിച്ച് അനുസൃതമായി സ്വപ്നം.
അവിടെ ആ സൂക്ഷ്മമണ്ഡലത്തിൽ ജാഗ്രത് ജനിത വാസനകൾക്ക് അനുസൃതങ്ങളായ അനുഭവങ്ങൾ ഉണ്ടാവുന്നു. സ്വപ്നം. ഇനി അടുത്ത അനുഭൂതി മണ്ഡലം സുഷുപ്തി. സുഷുപ്തി ഈ ജാഗ്രത്തിനും സ്വപ്നത്തിനും കാരണമായ വാസനകൾ, ആ വാസനകൾ ലയിച്ച് ഒരു തമോമണ്ഡലമായി പരിണമിക്കുന്നു. സുഷുപ്തിയിൽ ഒരു ഇരുട്ടായിട്ട്. ആ ഇരുട്ടിൽ നിൽക്കുന്നു. അവിടെ പ്രജ്ഞ തൻ്റെ സ്വരൂപമായ സുഖസ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ സുഷുപ്തിയിൽ സുഖമനുഭവിക്കുന്നു. പക്ഷേ അവിടെ ഒരു ഇരുട്ടിൻ്റെ ആവരണമുണ്ട്. ആ ആവരണം സ്വപ്നത്തിനും ജാഗ്രത്തിനും കാരണമായ അവിദ്യയാണ്. മൂലാവിദ്യ അവിടെ ഉണ്ട്. ഈ അവിദ്യ വീണ്ടും സ്വപ്നമാകുന്നു, ജാഗ്രതാകുന്നു. അവിടെ ആത്മസുഖം സുഷുപ്തിയിൽ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ അജ്ഞാന ആവരണമുള്ളതുകൊണ്ട് അതിന് നൈരന്തര്യമില്ല. സുഷുപ്തിയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് ജാഗ്രത്തിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. ഒരു ഇരുട്ടിൻ്റെ ആവരണം അവിടെയുണ്ട്. ഈ മൂന്ന് അവസ്ഥകളാണ് ഒരു ജീവന് ഉള്ളത്. ജീവന്റെ അനുഭൂതി മണ്ഡലങ്ങൾ, ഭൗതിക അനുഭൂതി മണ്ഡലങ്ങൾ ഈ മൂന്നെണ്ണമാണ്. ഈ മൂന്നെണ്ണങ്ങൾക്കും ഈ മൂന്നവസ്ഥകൾക്കും സാക്ഷിയായി ഈ മൂന്നവസ്ഥകളെയും പ്രകാശിപ്പിക്കുന്നു ബോധചൈതന്യം. ഈ മൂന്നവസ്ഥകളിലും അവ്യഭിചാരിയായി മാറ്റമില്ലാതെ തുടരുന്നു ആ ബോധം. ഇതിന് സാക്ഷിയായിക്കൊണ്ട് ജാഗ്രതാവസ്ഥ ജാത, ജാഗ്രതാവസ്ഥ ഭവതി, ജാഗ്രതാവസ്ഥ ഭവിഷ്യതി, സ്വപ്നാവസ്ഥ ജാത, സ്വപ്നാവസ്ഥ ഭവതി, സ്വപ്നാവസ്ഥ ഭവിഷ്യതി, സുഷുപ്ത്യവസ്ഥ ജാത, സുഷുപ്ത്യവസ്ഥ ഭവതി, സുഷുപ്ത്യവസ്ഥ ഭവിഷ്യതി. ജാഗ്രതാവസ്ഥ ഉണ്ടായി, ജാഗ്രതാവസ്ഥ ഇതാ ഇപ്പോൾ, ജാഗ്രതാവസ്ഥ ഉണ്ടാകും. ഇതേപോലെ സ്വപ്നാവസ്ഥ ഉണ്ടായി കഴിഞ്ഞു, സ്വപ്നാവസ്ഥ ഇപ്പോൾ, സ്വപ്നാവസ്ഥ ഉണ്ടാകും. സുഷുപ്ത്യവസ്ഥ ഉണ്ടായി കഴിഞ്ഞു, സുഷുപ്ത്യവസ്ഥ ഇപ്പോൾ, സുഷുപ്ത്യവസ്ഥ ഉണ്ടാകും. ഇതിനൊക്കെ സാക്ഷിയായിക്കൊണ്ട് ഏവം അവസ്ഥാത്രയം, ഈ അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ട് അവികാരിയായിക്കൊണ്ട് ആത്മബോധം പ്രകാശിക്കുന്നു. ഈ മൂന്നവസ്ഥകളാലും ബാധിക്കപ്പെടാതെ ഈ മൂന്നവസ്ഥകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് സാക്ഷിയായി വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ല, ഉണ്ടാകാതെ നശിക്കാതെ ഈ ഉണരലിനും ഉറക്കത്തിനും സ്വപ്നം കാണലിനും സാക്ഷിയായിക്കൊണ്ട് ആ ബോധം പ്രകാശിക്കുന്നു, ഇതിനെ പ്രകാശിപ്പിക്കുന്നു. അതെ, ആത്മബോധം സാക്ഷിയാണ്. സാക്ഷിയാണ് എന്നത് നമുക്ക് ഈ അവസ്ഥകളെ തന്നെ വിചാരം ചെയ്താൽ മനസ്സിലാക്കാം. ജാഗ്രത അവസ്ഥയിൽ നിന്ന് സ്വപ്നാവസ്ഥയിലേക്ക് പോകുമ്പോൾ ജാഗ്രത അവസ്ഥയെ നമ്മൾ കൂടെ കൊണ്ടുപോകുന്നില്ല. ജാഗ്രത അവസ്ഥയെ അവിടെ വിടുന്നു. എന്നിട്ട് സ്വപ്നാവസ്ഥയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ സ്വപ്നത്തെ അവിടെ വിട്ട് സുഷുപ്തിയിലേക്ക് പോകുന്നു, സ്വപ്നത്തെ കൊണ്ടുപോകുന്നില്ല. അത് കാണിക്കുന്നത് എന്തിനെയാണ്? ജാഗ്രത്തില്, സ്വപ്നത്തില്, സുഷുപ്തിയില് ഈ ആത്മബോധത്തിന് കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ല എന്നതിനെയാണ്. അതുണ്ടായിരുന്നുവെങ്കിൽ ജാഗ്രത അവസ്ഥയിൽ അത്യന്തം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരുന്നയാൾ ഉറങ്ങി സ്വപ്നം കാണുമ്പോൾ സുഖസ്വപ്നം കാണുകയില്ലായിരുന്നു. ആ ദുഃഖം ഈ സ്വപ്നത്തിലേക്ക് ചേരണമായിരുന്നു. അങ്ങനെ ഉണ്ടാവുന്നത് കാണുന്നില്ല, തിരിച്ച് നമ്മൾ കാണുകയും ചെയ്യുന്നു. ഭർത്താവ് മരിച്ച ദുഃഖം അനുഭവിച്ചുകൊണ്ട് കരഞ്ഞ് തളർന്ന് ഉറങ്ങുന്ന ഭാര്യ സ്വപ്നത്തിൽ താൻ ഭർത്താവോടുകൂടി സുഖമായി ഇരിക്കുന്നത് കാണുന്നു, പരമമായ സന്തോഷം അനുഭവിക്കുന്നു. ഇനിയിപ്പോൾ ഭർത്താവ് വേണ്ട, വേറൊരു സുഖതലത്തിൽ പോയി താൻ സുഖം അനുഭവിക്കുന്നതായിട്ട് അറിയുന്നു. അപ്പോൾ ജാഗ്രത്തിലെ ഭർത്താവ് മരിച്ച ദുഃഖം അവിടെ വിടുന്നു, അത് സ്വപ്നത്തിലേക്കില്ല. ഇനി ഈ സ്വപ്നം സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ ഇല്ല. അപ്പോൾ
ഈ 3 അവസ്ഥകളെയും പ്രകാശിപ്പിക്കുന്ന ബോധം കർത്താവോ ഭോക്താവോ അല്ല, സാക്ഷിയാണ് എന്നുള്ളത് നമുക്ക് ഈ 3 അവസ്ഥകളെയും വിചാരം ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. ഒരു രംഗത്തട്ടിൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ ആ രംഗത്തട്ടിൽ പല കഥാപാത്രങ്ങൾ വരുന്നു, പല കഥകൾ അവിടെ ആടപ്പെടുന്നു. ഓരോ കഥാപാത്രങ്ങൾ വരുന്നു, ആ കഥാപാത്രങ്ങളുടെ നാട്യം അവിടെ നടത്തുന്നു, അത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നു, വരികയും പോകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിളക്ക് അതിന് മുഴുവൻ സാക്ഷിയായി ഈ വരുന്ന കഥാപാത്രങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ ആത്മബോധം എല്ലാറ്റിനും സാക്ഷിയായി, കർത്താവോ ഭോക്താവോ അല്ലാതെ സാക്ഷിയായിക്കൊണ്ട് എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഭാസിക്കുന്നു എന്നർത്ഥം. ഈ എല്ലാറ്റിനും സാക്ഷിയായി എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് എന്നൊക്കെ നമ്മൾ അജ്ഞാനതലത്തിൽ പറയുകയാണ്. ആത്യന്തികമായി എല്ലാം ഇല്ല, ഉള്ളത് ആ അഖണ്ഡമായ ബോധം മാത്രം. ബോധത്തിൽ അജ്ഞാനകാര്യമായ മനസ്സ് കൽപ്പിച്ചുണ്ടാക്കുന്ന പ്രതീതികളാണ് ഈ പലത്. അതാണ് അവിടെ പറഞ്ഞത്, അജ്ഞാനത്തിൽ ഉണർന്ന് മനസ്സ് കൽപ്പിച്ചുണ്ടാക്കുന്ന പ്രതീതി, അതാണ് പലത്. മരക്കുറ്റി പ്രേതമാണ് എന്ന് ധരിച്ചപ്പോൾ ഭയം ഉണ്ടായി. മരക്കുറ്റി പ്രേതം ആയിട്ടുണ്ടോ? അവിടെ പ്രേതം ഉണ്ടോ? കയറിനെ പാമ്പായി കരുതിയപ്പോൾ കയറ് ചവിട്ടിയ സമയത്ത് പേടിച്ചു. ആ കയറ് ചവിട്ടി ഓടിയപ്പോൾ കല്ല് കാലിന് തട്ടി മുറിയുകയും ചെയ്തു. ആ മുറിവും ഈ കയറ് പാമ്പാണെന്ന് ഉള്ള ധാരണയും കൂടി ചേരുമ്പോൾ, ആ തെറ്റിദ്ധാരണയും കൂടി ചേരുമ്പോൾ മരണം തന്നെ സംഭവിച്ചേക്കാം. അതെ, അത് പാമ്പാണെന്നുള്ള ഭയം മനഃശാസ്ത്രജ്ഞന്മാർ അംഗീകരിക്കുന്ന കാര്യമാണിത്. അത് പാമ്പാണ് എന്ന് ഭയന്നു കഴിഞ്ഞാൽ പാമ്പാവണ്ട, പേടിച്ചു മരിക്കും. ഇത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ്. ഈ പ്രപഞ്ചം വിവർത്തം ആണെങ്കിൽ, ഈ പ്രപഞ്ചം പ്രതീതിയാണെങ്കിൽ എന്തുകൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാവുന്നു? അതിനുള്ള ഉത്തരം കൂടിയാണിത്. പ്രതീതിയിൽ ഭയമുണ്ടാവുന്നുണ്ട്, ദുഃഖമുണ്ടാവുന്നുണ്ട്. മാത്രമല്ല ആ പ്രതീതി ഹേതുവായിട്ട് ശരീരനഷ്ടം തന്നെ സംഭവിക്കുന്ന അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്? അവിടെ കയറ് പാമ്പായിട്ടില്ല, കയറ് അവിടെ കയറായിട്ട് നിൽക്കുന്നു. മരക്കുറ്റി പ്രേതമായിട്ടില്ല, മരക്കുറ്റി മരക്കുറ്റിയായിട്ട് നിൽക്കുന്നു. പ്രേതം എന്നുള്ളത് അല്ലെങ്കിൽ കയറ് എന്നുള്ളത് അവാസ്തവമാണ്, അയഥാർത്ഥ്യമാണ്, മിഥ്യയാണ്. ആ മിഥ്യയിൽ സത്യബുദ്ധി വരുമ്പോഴാണ് അവിടെ മിഥ്യയാൽ ബാധിക്കപ്പെടുന്നത്. കയറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയം നീങ്ങി. മരുഭൂമിയിൽ മരീചിക, അത് മരീചിക പ്രതിഭാസം അറിഞ്ഞാൽ പിന്നെ ഭയം ഇല്ല, അല്ലെങ്കിൽ അതിൽ ഭ്രമിക്കില്ല. അത് കാണുമായിരിക്കാം, അത് കാണും. മരുഭൂമിയിൽ ചെന്ന് കഴിഞ്ഞാൽ ദൂരെ മരീചിക കാണും, പക്ഷെ അതിന് നിജസ്ഥിതി അറിയുന്നയാൾ അതിൽ ഭ്രമിക്കില്ല, അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കില്ല. അതേപോലെ ഈ പ്രപഞ്ചം മനക്കൽപ്പിതമാണ്, മായാകൽപ്പിതമാണ്, അവാസ്തവമാണ്, മിഥ്യയാണ് എന്നറിഞ്ഞാൽ എന്താ പ്രയോജനം? ഇതിനാൽ ബാധിക്കപ്പെടില്ല, ഇത് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. അതവിടെ നിന്നോട്ടെ, നമുക്കതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇതിന് സാക്ഷിയായ ബോധമാണ്, ബോധചൈതന്യമാണ് താൻ എന്നുറച്ച് ഇതിനാൽ ബാധിക്കപ്പെടാതെ നിൽക്കാൻ കഴിയും. ഒരു സിനിമ കാണുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ കാണാൻ കഴിയും. ഞാൻ ദ്രഷ്ടാവാണ്, അത് ദൃശ്യം. ഈ ദൃശ്യം ദ്രഷ്ടാവിനെ ബാധിക്കുന്നില്ല. അവിടെ ജീവിതം കൂടുതൽ സുന്ദരമാവും ദ്രഷ്ടാവായി ലോകത്തിൽ നിൽക്കാൻ കഴിഞ്ഞാൽ, അല്ലേ? ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് പോയാൽ ആ തിരക്കിൽ പെട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയില്ല, മുഴുവനായി ആസ്വദിക്കാൻ കഴിയില്ല. എന്നാൽ ഒന്ന് സങ്കല്പിക്കൂ, ആ തൃശ്ശൂർ പൂരത്തിൻ്റെ മുകളിൽ നമ്മളൊരു ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ട് ഒരു ബൈനോക്കുലറിലൂടെ അല്ലെങ്കിൽ അല്ലാതെ ഈ തൃശ്ശൂർ പൂരത്തെ നോക്കിക്കാണുമ്പോൾ നമുക്കെല്ലാം ആസ്വദിക്കാൻ കഴിയുന്നു. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. തിരക്കിൽ പെടുന്ന സമയത്ത് ആ തിരക്ക് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ബാധിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ആസ്വാദനം അവിടെ സാധിക്കില്ല. അതിൽ പെടുമ്പോൾ നോക്കിക്കാണുമ്പോഴോ പൂർണ്ണമായ ആസ്വാദനം സാധിക്കുന്നു. അപ്പോൾ വിലമതിയാത്ത വിളക്കുദിക്കയും പിൻപൊലികയുമില്ല.
ഉദിക്കാത്ത പൊലിയാത്ത അഖണ്ഡമായ ഉറ്റുപാർത്ത് നിൽക്കുന്ന സാക്ഷിയായ ബോധമാണ് താൻ എന്നറിഞ്ഞാൽ, വിചാരം ചെയ്ത് ഉറച്ച് പ്രപഞ്ചത്തിന് സാക്ഷിഭാവത്തിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അവിടെ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. അതാണ് ഗുരുദേവൻ പറയുന്നത്, കണ്ടുപോയിടേണം. അത് സത്യത്തെ കാണുമ്പോൾ, സത്യത്തെ സാക്ഷാത്കരിക്കുമ്പോൾ ഈ സാക്ഷിഭാവം ഉണ്ടാവും. ഇതാണ് ഗുരുദേവൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അത് അടുത്ത ദിവസം വിചാരം ചെയ്യാം.